ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചാലക്കുടിയിലേക്കാണ്. ഇന്നൊരു സൺഡേ ആണ്. കുറേ പേര് എന്നോട് ചോദിച്ചു ചാലക്കുടിയിൽ ആരുടെ വീടാണെന്ന്. ഹസ്ബൻഡിൻ്റെ വീടാണ്. ഇപ്പോൾ കാറിൽ കയറി കഴിഞ്ഞാൽ ആദത്തിന് ഇതുപോലെ കിടന്നുറങ്ങണം. പിന്നെ പോണ വഴിക്ക് നമ്മളൊരു ഫ്രൈഡ് മിൽക്ക് വാങ്ങിച്ചു. കുറച്ചായി വിചാരിക്കണതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജെല്ലി പോലെ പാലുണ്ട്. പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കിട്ടുമെന്ന് നോക്കി, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. ഇന്ന് ആയുന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. വേറൊന്നല്ല, അവിടെ ചെന്നപ്പോൾ ഇന്ന് കണ്ണൻ ചേട്ടനും പൊന്നു ദീദി ഉണ്ട്. മിക്ക സൺഡേകളിലും ഇവിടെ വരുന്നുണ്ടെങ്കിലും അവരെ കാണാറില്ല, അവർ ബിസി ആയിരിക്കും. അപ്പോൾ ഇന്ന് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരം ഒളിച്ച് കളിക്കലും അതുപോലെ ഓടിക്കളിക്കലൊക്കെ ആയിരുന്നു. പിന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാടത്തേക്ക് പോയി. പോണ വഴിക്കാണ് ഈ കണ്ണിലിങ്ങനെ ഇറ്റിക്കണ ഈ തുള്ളി ഉണ്ടല്ലോ, കണ്ണുനീർ തുള്ളി, അങ്ങനെ എന്തോ ഒരു പേരൊക്കെയാണ്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ അതൊക്കെ പറിച്ചിങ്ങനെ ചെയ്ത് നോക്കുകയാണ്. ആയുന് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവനിതൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ പാടത്തേക്ക് പോയപ്പോൾ ഞാൻ ഓർത്തത്, ഈ കാണുന്ന ആളുണ്ടല്ലോ, UKG പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്, ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവളായിരുന്നു എനിക്ക് എൻ്റെ കൂട്ടുകാരി എന്ന് പറയണത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാവിടെയും പോയിരുന്നതും. അതുപോലെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്ഥിരം വന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പാടം. അപ്പോൾ അവൾ പറയായിരുന്നു, മേമേ നമ്മുടെ ആമ്പലത്തോട്ടമൊക്കെ പോയിട്ട് മേമേ എന്ന് പറയായിരുന്നു. ഇവിടെ ആമ്പലും താമരയൊക്കെ ഉണ്ടായിരുന്ന കുളങ്ങളുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വന്നിട്ട് മെയിനായിട്ട് ഞങ്ങളതൊക്കെ പറിക്കുമായിരുന്നു. അതുപോലെ റീൽസ് എടുക്കലും ഫോട്ടോ എടുക്കലും, വെറുതെ വന്ന് കുറേ നേരം ഈ പാടത്ത് കനാലിൻ്റെ അവിടെ ഇരിക്കുമായിരുന്നു. അന്ന് പിന്നെ വീട്ടിലൊന്നും തീരെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അന്ന് മാത്രമല്ല, ഇന്നും ഇവിടെ ഭയങ്കര റേഞ്ച് കുറവാണ്. അപ്പോൾ അന്ന് പാടത്തൊക്കെ നല്ല റേഞ്ചാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരിക്കുമായിരുന്നു. വൈകുന്നേരം ഇരുട്ടാവുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകാറുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞതൊരു ഗ്രാമപ്രദേശമാണ്. അന്ന് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇങ്ങനെ ഭയങ്കര മലയും അതുപോലെ തന്നെ പാടവും തോടും കനാലും ഒക്കെ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. നമ്മളിപ്പോൾ നിൽക്കണ ഈ കനാലുണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലും പാടാണ്. അപ്പോൾ അപ്പുറത്തെ പാടത്തേക്ക് കിടക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പോയതാണ്. ആ സമയത്താണ് കറക്റ്റ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ വരികയാണ്. സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടി, വേറെ എവിടെയും കയറാനില്ല, നേരെ ഓടി അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ ഇവരകത്തേക്ക് കയറിയില്ല. ഇവരിത് ആ മഴ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ആളും കൂടി പുറത്ത് തന്നെ നിന്നു. അപ്പോൾ പൊന്നും കണ്ണനും ഓൾറെഡി എന്നും മഴ നനയാറുണ്ട്. അവർ ഹാൻഡ് ബോളിൻ്റെ പ്രാക്ടീസിന് പോകുമ്പോൾ മഴ ഉണ്ടാവാറുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആയുനാണ് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ്. അങ്ങനെ വഞ്ചിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് 3 ആളും കൂടി കോമ്പറ്റീഷനായിരുന്നു. ഏത് വഞ്ചിയാണ് ആദ്യം എത്തുക, ഏതാണ് മുങ്ങിപ്പോവാന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വഞ്ചിയുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 3 പേരുടെ ഓരോ ചെരുപ്പ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. അതിലേതാണ് ഫസ്റ്റ് എത്തുക, അങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു. എന്തായാലും മഴ വന്നാൽ നന്നായി. 3 ആളും നന്നായിട്ട് എൻജോയ് ചെയ്തു. ചേട്ടന്മാരും ദീദിയും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിലും കൂടി ഇതൊന്നും മൈൻഡാക്കാണ്ട ഒരാൾ ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന ആളുടെ മെയിൻ പരിപാടിയാണ് അച്ചമ്മ ഇങ്ങനെ ചക്ക കൊടുക്കും, അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇവൻ്റെ ഹോബി. പിന്നെ ആയി പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു. കണ്ണൻ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടതാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.